ഹരിനാമകീർത്തനത്തിലേക്ക് സ്വാഗതം. മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ജനം, ഇതുകൊണ്ട് വാഴ്ത്തുക നമുക്കും ഗതിക്കു വഴി. ഇതു കേൾക്കതാൻ ഇതൊരു മൊഴിതാൻ പഠിപ്പവനും, പതിയ ഭവാംബുതിയിൽ നാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ നരകസന്താപനാശക ജഗന്നാഥ വിഷ്ണു ഹരി, നാരായണായ നമ. ഹരിനാമകീർത്തനം എന്ന സ്തോത്രകാവ്യം തുഞ്ചത്താചാര്യൻ അവസാനിപ്പിക്കുന്നത് ഏറെ പ്രത്യാശയോടെയാണ്. നമ്മുടെയെല്ലാം ജീവിതം അനുദിനം ഏറെ സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സംസാരസാഗരത്തിൽ നിന്ന് കരകയറാൻ ഏറെ പ്രയാസപ്പെടേണ്ടി വരുന്നു. മനഃശാഞ്ചല്യമാണ് പ്രധാന കാരണം. ദ്വന്ദ്വാത്മകമായി ജീവിക്കുമ്പോൾ വല്ലാതെ ഞെരുക്കങ്ങളുണ്ടാകും. എല്ലാത്തിൽ നിന്നും രക്ഷ ഈശ്വരഭജനം തന്നെയാണ്. ഭഗവാൻ നമ്മെ രക്ഷിക്കും എന്ന ദൃഢവിശ്വാസത്തിൽ അമരുക. മനസ്സിലേക്ക് കയറി വരുന്ന വിരുദ്ധ ചിന്തകളെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. എപ്പോഴാണ് എൻ്റെ മനസ്സ് മതമത്സരങ്ങൾക്ക് വേദിയാകുന്നത് എന്ന് കണ്ടറിയുക. ഒരു തരത്തിലുള്ള നിഷേധബുദ്ധിയും വേണ്ട. അഹന്താഭാവങ്ങൾ, മത്സരബുദ്ധി, കാമം, ക്രോധം, ലോഭം, മോഹം എന്നിവയെല്ലാം കഴിയുവോളം ഇല്ലാതാക്കുക. ഷഡ്വൈരികൾ കൂടൊഴിഞ്ഞാൽ തന്നെ നേർവഴി തെളിയും. ആചാര്യൻ പറയുന്നു, മതമത്സരാദികളില്ലാതെ ഹരിയുടെ കീർത്തനം ആലപിക്കുക. ഹരിസ്മരണ നിലനിർത്തുക. അത് ഏറെ ഗുണകരമാണ്. നമുക്ക് നല്ല ഗതി വരുത്തും. മാത്രമല്ല, ഇത് കേൾക്കുന്നതും ഗുണകരമാണ്. നമുക്ക് പാരായണത്തിൻ്റെ പാരമ്പര്യം മാത്രമല്ല ഉള്ളത്, കേൾവിയുടെ പാരമ്പര്യം കൂടിയുണ്ട്. വായിച്ചു പഠിച്ചതിനേക്കാൾ ഏറെ കേൾവിയിലൂടെ പഠിച്ചവരാണ് നമ്മൾ. ഹരിനാമകീർത്തനത്തിന് കാതുകൊടുക്കുക. മാത്രമല്ല, ഒരു പദ്യമെങ്കിലും പഠിക്കാനും ശ്രമിക്കുക. ചൊല്ലിയും കേട്ടും പഠിച്ചും മുന്നേറുമ്പോൾ ഏകാന്തവേളകളിൽ എങ്കിലും ഇത് നമുക്കുള്ളിൽ ഒന്ന് പൊന്തിവരും. നാം അറിയാതെ തന്നെ ഇവ വിചാരവും ചെയ്യും. ഇത്തരം വിചാരം ചെയ്യലുകളാണ് മനസ്സിൻ്റെ വാതായനങ്ങൾ തുറന്നിടാൻ സഹായകമാകുന്നത്. അപ്പോൾ നമുക്ക് വലിയ വെളിച്ചങ്ങൾ ലഭിക്കാൻ ഇടവരും. ഈ വെളിച്ചത്തിലെത്തിയാൽ ഭവാംബുതിയിൽ സംസാരസാഗരത്തിൽ നാം പതിക്കുകയില്ല. അതിനാൽ ആധ്യാത്മികമായ ഉത്കർഷത്തിനുള്ള ഈ പാത ഉപേക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധ വേണമെന്ന് ആചാര്യൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഈ യജ്ഞത്തെ സർവദാ പ്രോത്സാഹിപ്പിച്ചവർക്കും സന്മനസ്സ് കാണിച്ചവർക്കും ഹരിജഗന്നാഥൻ തുണയായി അരികിലെപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.